ആദ്യം ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ റിമാൻഡ് റിപ്പോർട്ടും ഇതുവരെയുള്ള നടപടിക്രമങ്ങളും പുറത്തു വരുന്ന വാർത്തകളും കണ്ടു കഴിഞ്ഞാൽ എന്താണ് തെളിവ് തന്ത്രിക്കെതിരെ? പണമിടപാട് നടത്തിയിട്ടുണ്ട്, അത് അന്വേഷിക്കണം, അതിലെന്തെങ്കിലും ഉണ്ടാകാം, മൗനാനുവാദം നൽകി, അനുജ്ഞ വാങ്ങിയില്ല, ആചാരലംഘനം നടന്നത് അറിയിച്ചില്ല, ഇതൊക്കെ നിലനിൽക്കുമോ കോടതിയിൽ പ്രഥമ ദൃഷ്ടിയായെങ്കിലും? ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് തുടങ്ങാം. ശ്രീ പ്രദീപുള്ള നമസ്കാരം. ഇതില് താങ്കളുടെ ചോദ്യത്തിൽ തന്ത്രിയെ സംബന്ധിച്ച് കണ്ഠരര് രാജീവരുടെ കാര്യം, അറസ്റ്റിന്റെ കാര്യമാണല്ലോ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഇപ്പോ അകത്ത് കിടക്കുന്നവരുടെ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുള്ള ഇടക്കാല റിപ്പോർട്ടുകളിന്മേൽ ഉണ്ടായിട്ടുള്ള ഇടക്കാല വിധികൾ മാത്രമാണ് നമ്മളുടെയൊക്കെ കൈകളിൽ ഉള്ളത്. അത് പക്ഷെ അതിനും എത്രയോ വലുതാണ് കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുള്ള രേഖകൾ, സാക്ഷിമൊഴികൾ, അവരുടെ നിരീക്ഷണങ്ങൾ, തെളിവുകൾ ഒക്കെ അടങ്ങിയ വളരെ വിപുലമായ റിപ്പോർട്ട്. അതിന്റെ ഒരു 10% താഴെ പോലും പുറത്ത് വന്നിട്ടില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, അന്വേഷണത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വെറും സ്പെക്കുലേഷൻ മാത്രമാണ് നമ്മൾ ചാനൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ചർച്ചയിൽ മാത്രമല്ല, എല്ലാ ചാനൽ ചർച്ചകളും അതേ കഴിയൂ. കാരണം അവിടെയാണ്, കോടതിയിലാണ് ഇരിക്കുന്നത് എന്താണെന്നുള്ളത്, അന്വേഷണ റിപ്പോർട്ട് അവിടെയാണുള്ളത്. ഇപ്പോൾ താങ്കൾ ചോദിച്ച തന്ത്രിയുടെ കാര്യത്തിൽ പ്രാഥമികമായി അവർ പൊടുന്നനെ അറസ്റ്റ് ചെയ്യുകയാണ് തന്ത്രിയെ എന്ന് കരുതാനേ പറ്റില്ല. കാരണം നവംബർ 24-ന് തന്ത്രിയെ വിളിച്ച് വരുത്തി മൊഴിയെടുത്ത് ചോദ്യം ചെയ്ത് ഒക്കെ പോയതാണ്. അത് കഴിഞ്ഞ് ഡിസംബറിൽ വീണ്ടും അവർ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യം പറഞ്ഞ് ഡിസംബറിൽ പോയില്ല. ജനുവരിയിൽ മിനിഞ്ഞാന്ന് SIT അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത്രയും കാലവും ഇത് അദ്ദേഹവുമായി തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ ഈ സ്പെക്കുലേഷനായിട്ട് പുറത്ത് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ വരാത്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അത് പിന്നാലെ ഞാൻ പറയാം. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇത് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്കോ വേണ്ടിയാണ് എന്നൊക്കെ പറയാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഈ അന്വേഷണം SIT ഏൽപ്പിച്ചത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. ആ ദേവസ്വം ബെഞ്ചിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സമീപകാലത്ത് ഏറ്റവും അടുത്ത ദിവസം ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ, കൃഷ്ണരാജിനെ താങ്കൾക്ക് നന്നായി അറിയുമല്ലോ. വിശ്വഹിന്ദു പരിഷത്തിന്റെ കേസ് വാദിക്കുന്ന വിശ്വസ് പശ്ചാത്തലം തന്നെയുള്ള പ്രഗത്ഭനായ യുവാക്കളാണ് അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ. അപ്പൊ കഴിഞ്ഞ ആഴ്ച അത് എടുത്തപ്പോ കോടതി ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്, കോടതിയുടെ ഉത്തരവിൽ താങ്കൾക്ക് എന്തെങ്കിലും അവിശ്വാസമുണ്ടോ SIT സംബന്ധിച്ച്? ഇല്ല, ഞാൻ അത് പ്രസ് ചെയ്യുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ പറഞ്ഞത്, വ്യക്തമാക്കിയത്. എന്താണ് അതിന്റെ അർത്ഥം? ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് SIT നടത്തുന്ന അന്വേഷണം മുമ്പോട്ട് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം, മറ്റൊന്നുമല്ല. അപ്പൊ കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ ഈ ദേവസ്വം ബെഞ്ചിലിരിക്കുന്ന രണ്ട് ന്യായാധിപരുടെയും ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ല, ഒട്ടും സംശയമില്ലാതെ എനിക്കറിയാം. പൊതുവിൽ അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അവര് മേൽനോട്ടം നിർവഹിക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. അതിൽ ആരെയൊക്കെയാണോ സംശയാസ്പദമായി അവർക്ക് തോന്നുന്നത്